മീനാക്ഷിക്ക് യാതൊരു പരിഭ്രമവും ഉണ്ടായിരുന്നില്ല. കാര്യവിവരമുള്ള ഒരു കാരണവരെ പോലെ കാലിന്മേൽ കാൽ കയറ്റിവെച്ച് സർക്കിൾ ഇൻസ്പെക്ടർക്ക് അഭിമുഖമായി ഇരിക്കുകയായിരുന്നു അവൾ. സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ നേരിയ കൗതുകമുണ്ടാകാതിരുന്നില്ല. കൊച്ചുകുട്ടിയുടെ ചാബല്യമെന്ന നിലയിൽ മീനാക്ഷിയുടെ പെരുമാറ്റം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. പോരെങ്കിൽ ഗോവിന്ദമേനോൻ സാറിൻ്റെ കൊച്ചുമകൾ. പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആദരവോടെ ഓർക്കുന്ന ആളാണ് ഗോവിന്ദമേനോൻ. കീഴുദ്യോഗസ്ഥർക്ക് അദ്ദേഹം ഗുരുതുല്യൻ. സർവീസിലിരിക്കെ 4 വട്ടം ഗുഡ് സർവീസ് എൻട്രി വാങ്ങിയിട്ടുള്ള പ്രഗത്ഭൻ. വിശിഷ്ട സേവാ മെഡൽ ലഭിച്ചിട്ടുള്ള പ്രശസ്തൻ. ഗോവിന്ദമേനോൻ ജോലി ചെയ്തിട്ടുള്ള സ്റ്റേഷനുകളിൽ പുതുതായി എത്തുന്ന പോലീസുകാരോട് അവിടെയുള്ള പഴയ പോലീസുകാർ ഇപ്പോഴും പറയും, പോലീസുകാരനെന്ന് പറയാൻ അഭിമാനം തോന്നണമെങ്കിൽ നിങ്ങൾ ഗോവിന്ദമേനോനെ പോലെ ആയിരിക്കണം. എങ്ങനെയെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കാനാണെങ്കിൽ വെറും ഒരു പോലീസുകാരനെന്ന് പറയാം. ജോലിയെപ്പറ്റി മേനോൻ സാർ പറയാറുണ്ടായിരുന്നത് എന്താണെന്നോ? ജോലി ഒരു പ്രാർത്ഥനയാണെന്ന്. ഏത് ജോലിയും അങ്ങനെ തന്നെയാണത്രേ. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറ്റൊരാൾ അറിയില്ലല്ലോ. നമുക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതാരെയും ബോധ്യപ്പെടുത്തേണ്ട ബാധ്യതയില്ല. അതുപോലെ ജോലി ചെയ്യുന്നതും നമുക്ക് വേണ്ടി തന്നെയാണെന്ന വിശ്വാസമുള്ളവരെ ജോലിയിൽ ശോഭിക്കൂ. പോലീസ് ജോലിക്കും അത് ബാധകമാണ്. നമുക്കൊക്കെ ഒരു ധാരണയുണ്ട്, സർക്കാർ ശമ്പളം തരുന്നത് നമ്മുടെ മിടുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനാണെന്ന്. ഒരിക്കലും അങ്ങനെയല്ലെന്ന് ഗോവിന്ദമേനോൻ സാർ പറയുമായിരുന്നു. മറ്റുള്ളവർക്ക് അത് ബോധ്യപ്പെടേണ്ടത് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ്. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അത് ചെയ്തു കൊടുക്കുന്നവരുടെ സ്നേഹവും പ്രാർത്ഥനയായി നമുക്ക് ലഭിക്കും. അതാണ് തൊഴിലിൻ്റെ ഐശ്വര്യം, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹവും. അല്ലാതെ കാക്കിയിട്ടാൽ ചുവപ്പു കണ്ട കാളയെപ്പോലെ വിരളി പിടിക്കുന്നത് ഈ ജോലിക്ക് ഒട്ടും ഭൂഷണമല്ല. ഗോവിന്ദമേനോനെക്കുറിച്ച് കേട്ടതൊക്കെ സർക്കിൾ രാമരാജന്റെ ഓർമ്മയിലെത്തി. ആ വലിയ മനുഷ്യന്റെ മുന്നിലാണ് താൻ ഇരിക്കുന്നതെന്നതിൽ അഭിമാനവും തോന്നി. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ മഹത്വം ഫോൺ വിളിച്ചപ്പോഴും ഇവിടെ താനെത്തിയ നിമിഷത്തിലും അനുഭവിച്ചതാണല്ലോ. മിസ്റ്റർ രാമരാജൻ, താങ്കൾക്കെന്നെ പരിചയമുണ്ടായെന്ന് വരില്ല. ഞാനും ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. പേര് ഗോവിന്ദമേനോൻ. ചില കാര്യങ്ങൾ താങ്കൾക്ക് കൂടി പ്രയോജനപ്പെട്ടേക്കാവുന്ന ചിലത് സംസാരിക്കണമെന്ന് എൻ്റെ കൊച്ചുമകൾ വാശി പിടിക്കുന്നു. ജോലി തിരക്കൊഴിയുമ്പോൾ അനൗദ്യോഗികമായി എൻ്റെ വീട് വരെ ഒന്ന് വരാൻ കഴിയുമോ? വെറുതെ ഒന്ന് പരിചയപ്പെടാനെന്നേ കരുതാവൂ. ജോലി സമയത്ത് ഒരിക്കലും വരികയും അരുത്. ഫോണിൽ കൂടി തന്നെ മേനോൻ സാറിൻ്റെ മാന്യത ബോധ്യമായി. അല്ലെങ്കിലും അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും പരിചയപ്പെടണമെന്നും ആഗ്രഹമുണ്ടായിരുന്നു. ഒരവസരം കാത്തിരിക്കുകയായിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ചത് ഒരു ഭാഗ്യമാണെന്ന് തോന്നി. ഡ്യൂട്ടിയിലാണോ അല്ലയോ എന്നൊന്നും പ്രശ്നമാക്കിയില്ല. 1 മണിക്കൂറിനുള്ളിൽ രാമരാജൻ തെക്കേക്കളം തറവാട്ടിലെത്തി. പെരുമാറ്റത്തിലെ മാന്യത എന്തെന്ന് ഗോവിന്ദമേനോൻ മനസ്സിലാക്കി കൊടുത്തു. ചിരപരിചിതനായ ഒരാളെ സ്വീകരിക്കുന്നത് പോലെയാണ് രാമരാജനെ അദ്ദേഹം സ്വീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇരിക്കാൻ മടി തോന്നി. മേനോൻ അത് മനസ്സിലാക്കിയിരിക്കണം. രാമരാജനെ നിർബന്ധപൂർവം അദ്ദേഹം സെറ്റിയിൽ പിടിച്ചിരുത്തി. ഉറ്റ ഒരാളോടെന്ന പോലെയായിരുന്നു സംസാരം. ആദ്യം കാണുകയാണെന്ന ഭാവമേ ഉണ്ടായിരുന്നില്ല. ആർക്കും അറിയാതൊരിഷ്ടം തോന്നിപ്പോകുന്ന വ്യക്തിത്വം. വീട്ടുകാര്യങ്ങൾ ചോദിച്ചു, ജോലിയെക്കുറിച്ച് തിരക്കി. അങ്ങനെ ഓരോന്ന് പറയുന്നതിനിടയിൽ തീരെ ചെറിയൊരു കാര്യം പോലെയാണ് മീനാക്ഷിയെക്കുറിച്ച് പറഞ്ഞത്. എന്നിട്ടും താങ്കളെ വിളിച്ചു വരുത്തിയത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല. അതും അവളുടെ ഒരു നിർബന്ധം. അവൾക്കിപ്പോൾ തന്നെ താങ്കളെ കാണണമെന്നൊരു വാശി. ആ വാശിയെക്കുറിച്ച് മറ്റാർക്കും ബോധ്യമില്ലെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട് മിസ്റ്റർ രാമരാജൻ. അതുകൊണ്ടാണ് താങ്കളെ ബുദ്ധിമുട്ടിച്ചത്. അതിനാദ്യമേ ക്ഷമ ചോദിക്കുന്നു. ബുദ്ധിമുട്ടോ? അങ്ങനെ പറയരുത് സർ. എങ്ങനെയാണ് അങ്ങയെ പരിചയപ്പെടാൻ കഴിയുക എന്നറിയാതെ വിഷമിക്കുകയായിരുന്നു ഞാൻ. ഇപ്പോൾ വലിയൊരു ഭാഗ്യം കിട്ടിയതുപോലെയായി എനിക്ക്. ആത്മാർത്ഥമായി തന്നെയാണ് രാമരാജൻ പറഞ്ഞത്. ഗോവിന്ദമേനോൻ അല്പം കഴിഞ്ഞാണ് മീനാക്ഷിയെ വിളിച്ചത്. അകത്തുനിന്ന് ഒരു കാരണവരുടെ ഭാവത്തിൽ തലയെടുപ്പോടെ കടന്നു വന്നപ്പോഴേ അവളെ രാമരാജൻ ശ്രദ്ധിച്ചു. മേനോൻ സർ
അവളെക്കുറിച്ച് പറഞ്ഞു തന്നില്ലായിരുന്നുവെങ്കിൽ ആ ധിക്കാരത്തിന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തേനെ. ഇപ്പോൾ പക്ഷേ കൗതുകം മാത്രമായിരുന്നു. കടന്നു വന്ന ഉടനെ മീനാക്ഷി സർക്കിളിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. പോലീസ് ഉദ്യോഗസ്ഥരാണ് അങ്ങനെ മറ്റുള്ളവരെ നോക്കാറുള്ളത്. മോളെ, ഇതാ നീ പറഞ്ഞ ആളെത്തിയിരിക്കുന്നു, സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജൻ. ഇനി നിനക്ക് പറയാനുള്ളത് ഇദ്ദേഹത്തോട് പറയാം. അവൾ സർക്കിളിനെതിരെയുള്ള സെറ്റിയിൽ കാലിന്മേൽ കാൽ കയറ്റി വച്ചിരുന്നു. ഡാ ഗോവിന്ദ, ആരാടാ ഇയാൾ? ഇയാൾക്ക് എന്താടാ ആവശ്യം? മീനാക്ഷിയുടെ ചോദ്യം കേട്ട് നടുങ്ങിപ്പോയി രാമരാജൻ. അവൾ കാണാതെ ഗോവിന്ദമേനോൻ CI രാമരാജനെ നോക്കി കണ്ണിറുക്കി. കടന്നു വന്നപ്പോഴുള്ള ഭാവമായിരുന്നില്ല അപ്പോൾ മീനാക്ഷിക്ക്. ശബ്ദവും പെൺകുട്ടിയുടേതായിരുന്നില്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ ശങ്കരമ്മാവ? അമ്മാവനെ കാണാൻ വന്നതാണ്. മീനാക്ഷി ഒന്ന് ഇരുത്തി മൂളി. ആ കൊലക്കേസ് എന്തായടോ പോലീസേ? ആ പീഡികക്കാരനെ കെട്ടിയോൾ ചത്ത കേസേ. എന്റെ സീതാലിയുടെ കൊച്ചുമകളാടാ അവൾ. നിങ്ങൾക്കൊന്നും അവളെ കൊന്നവനെ പിടിക്കാൻ ഒക്കത്തില്ലടോ. അത് ചെയ്തതാരാണെന്ന് എനിക്കറിയാം. നിങ്ങൾ വെറുതെ വിട്ടാലും അവനെ ഞാൻ വിടില്ല. സീതാലിയുടെ കൊച്ചുമോൾ എനിക്ക് എൻ്റെ കൊച്ചുമോളെ പോലെ തന്നെ ആണെടോ. ഗോവിന്ദമേനോൻ അവളെ പകച്ചു നോക്കി. രാമരാജൻ വല്ലാതായി. മേനോൻ സാർ പറഞ്ഞിരുന്നുവെങ്കിലും മീനാക്ഷിയെ മീനാക്ഷിയായി കാണണോ ശങ്കരമാവനായി കാണണോ എന്നാണ് ആശങ്ക. അദ്ദേഹം പറഞ്ഞ കഥകൾ വെച്ച് നോക്കുമ്പോൾ തനിക്ക് അനുകൂലമായ എന്തെങ്കിലും വിവരം മീനാക്ഷിയിൽ നിന്ന് ലഭിച്ചേക്കുമെന്നൊരു തോന്നൽ. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരിച്ച ആളിൻ്റെ ആത്മാവ് തന്നെ കൊല ചെയ്ത ആളാരാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്ത കഥകൾ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥ കുറ്റവാളിയെ തന്നെ അങ്ങനെ അറസ്റ്റ് ചെയ്യാൻ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. അത്യപൂർവമായി മാത്രം സംഭവിക്കാറുള്ള വിശദീകരിക്കാനാവാത്ത സംഗതിയാണത്. അത്തരം ഒരുപാട് സംഭവങ്ങളെപ്പറ്റി വിദേശ ജേണലുകളിൽ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാവാം മീനാക്ഷി പറഞ്ഞത് വെറും ഒരു തമാശയായി രാമരാജന് തോന്നാഞ്ഞത്. ആ കൊല നടത്തിയത് ആരാണെന്നാ തന്റെ വിചാരം? ടീപ്പോയിൽ നിന്ന് മുറുക്കാൻ തട്ടം മാറ്റിവെച്ച് ഒരു തളിർ വെറ്റിലയെടുത്ത് ഞരമ്പ് ചുരണ്ടിക്കളയുന്നതിനിടെ ശങ്കരമാവൻ ചോദിച്ചു. ആരെയും സംശയിക്കാൻ പറ്റുന്നൊരു സാഹചര്യമില്ല. യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. സംശയത്തിനൊരു കാരണവും കാണുന്നില്ല. രാമരാജൻ തുറന്നു പറഞ്ഞു. നിങ്ങൾ ആരൊക്കെ ശ്രമിച്ചാലും ഇതിലപ്പുറം ഇനി അറിയാനും പോണില്ല. എത്ര നാൾ ശ്രമിച്ചാലും. ഞാനൊരു സത്യം തുറന്നു പറയാം. അതുപോലെ ചെയ്യാൻ കഴിയുമോ തനിക്ക്? പറയൂ, പതിഞ്ഞ ശബ്ദത്തിൽ രാമരാജൻ പറഞ്ഞു. ആ ഫാത്തിമ കൊച്ചിന്റെ കെട്ടിയോനെന്ന് പറയുന്ന അർഷാദ് ഉണ്ടല്ലോ, അവനെ അങ്ങ് പിടിക്കുക. ചോദിക്കേണ്ട പോലെ ചോദിക്കുമ്പം പറയേണ്ട പോലെ പറയുന്നത് കേൾക്കാം. കുറ്റം ചെയ്യാത്തവനെ കൊണ്ട് ചെയ്തെന്ന് പറയിപ്പിക്കാൻ വിരുദ്ധന്മാരായ നിങ്ങൾക്കെന്താടോ? യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തവനെ കൊണ്ട് സമ്മതിപ്പിച്ചാൽ അവൻ പറയും, അല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. തനിക്ക് കഴിയുമോ? ചോദ്യവും നോട്ടവും അതിരൂക്ഷമായിരുന്നു. രാമരാജൻ തലകുലുക്കി. ഒരു വിശ്വാസക്കുറവിന്റെ തലകുലുക്കലായിരുന്നു അത്. കൊല്ലപ്പെട്ട ഫാത്തിമയുടെ ഭർത്താവ് അർഷാദ് കൊലപാതകിയെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. അയാൾ മുന്നിൽ വന്ന് നിലവിളിച്ച രംഗം ഇപ്പോഴും മനസ്സിലുണ്ട്. കൊലപാതകിയെ എങ്ങനെയും കണ്ടുപിടിക്കണമെന്ന്, തൻ്റെ എല്ലാം അതിനുവേണ്ടി ചെലവാക്കാമെന്ന്. ആ മനുഷ്യനെ ഒരിക്കലും സംശയിക്കാനാവില്ല. രാമരാജന്റെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന മീനാക്ഷി ഒന്ന് ചിരിച്ചു. വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? അയാളല്ല അത് ചെയ്തത് തന്നെ എന്നിരിക്കട്ടെ. മറ്റാരെങ്കിലും കൊണ്ടയാൾ അത് ചെയ്യിപ്പിച്ചതാണെങ്കിലോ? പ്രേരണാകുറ്റവും കൊലപാതക തുല്യമല്ലടോ പോലീസേ. താൻ പോയി ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ഒരാഴ്ച ഞാൻ കാക്കും. അതിനു മുൻപ് തനിക്കതിന് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ കുപ്പായം ഇടുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. അറുത്തുമുറിച്ചുള്ള സംസാരമാണ്. ഗോവിന്ദമേനോൻ പോലും വിഷമിച്ചുപോയി. ശങ്കരമാവന്റെ രീതി തനിക്ക് നന്നായി അറിയാമെങ്കിലും അതിഥിക്ക് അതറിയില്ല. പറഞ്ഞാലും മനസ്സിലായെന്ന് വരില്ല. വിളിച്ചു വരുത്തി അപമാനിച്ചതിന് തുല്യമായി കാര്യങ്ങൾ. പക്ഷേ രാമരാജന് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അയാൾ ഗോവിന്ദമേനോനെ സമാധാനിപ്പിച്ചു.
അങ്ങ് വിഷമിക്കേണ്ട. പേരക്കുട്ടിയെ മാത്രമല്ല, ഇന്നോളം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ശങ്കരമാവിൻ്റെ പ്രൗഢിയും മനസ്സിലാവും. ഒരുപക്ഷെ ഇതെനിക്കൊരു വിലപ്പെട്ട ഇൻഫർമേഷൻ ആണെങ്കിലോ? ഇരുവരെയും ശ്രദ്ധിക്കാതെ പാക്കുവെട്ടിയിൽ പാക്കു നുറുക്കുന്നതിൽ വ്യാപൃതനാണ് ശങ്കരമാവൻ. രാമരാജൻ യാത്ര ചോദിക്കുമ്പോൾ പറഞ്ഞു, മേനോൻ സാറിനെ കാണാൻ ഞാൻ വീണ്ടും വരും. ശങ്കരമാവനോട് യാത്ര ചോദിച്ചെങ്കിലും ഒരു മൂളലല്ലാതെ മറുപടി ലഭിച്ചില്ല. മീനാക്ഷി പറഞ്ഞ വാക്കുകൾ ഒരു ടേപ്പിൽ പകർത്തിയതുപോലെ പതിഞ്ഞിട്ടുണ്ടായിരുന്നു രാമരാജന്റെ മനസ്സിൽ. 3 ദിവസം കഴിഞ്ഞു. 4-ാം ദിവസം പത്രങ്ങളിൽ ആദ്യ പേജിൽ തന്നെ ആ വാർത്തയുണ്ടായിരുന്നു. ഫാത്തിമ കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. പത്രമെടുത്ത ഉടനെ കണ്ണിൽപ്പെട്ട ആ വാർത്തയിലേക്ക് മിഴിനട്ട ഗോവിന്ദമേനോൻ അസ്വസ്ഥനായി. പത്രവുമായി അദ്ദേഹം മീനാക്ഷിയുടെ മുറിക്കുനേരെ ഓടി. മംഗലത്ത് ഗ്രാമത്തെ അക്ഷരാർത്ഥത്തിൽ നടുക്കി തരിപ്പിച്ച ഒരു വാർത്തയുമായിട്ടാണ് അന്നത്തെ പത്രങ്ങൾ പുറത്തിറങ്ങിയത്. ഫാത്തിമ കൊലക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തു. കേരളമൊട്ടാകെ അറിയുകയും ദുഃഖിക്കുകയും ചെയ്ത ഒരു സംഭവത്തിൻ്റെ പരിസമാപ്തിയായിരുന്നു അത്. അസാധാരണമായ രീതിയിലാണ് കേസ് തെളിയിക്കപ്പെട്ടത്. കേസ് അന്വേഷിച്ച സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജൻ പെട്ടെന്ന് പ്രശസ്തനായി. അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് ആ വാർത്തയുടെ സൈഡ് സ്റ്റോറിയായി ചേർത്തിരുന്ന ഒരു ബോക്സ് മാറ്ററാണ്. അത് മീനാക്ഷിയെക്കുറിച്ചായിരുന്നു. കേസന്വേഷണത്തിൽ പ്രധാന വഴിത്തിരിവായത് മീനാക്ഷിയുടെ പ്രവചനമായിരുന്നുവത്രേ. അവൾ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായിരുന്നുവെന്നും ആ രീതിയിൽ നീങ്ങിയതുകൊണ്ട് മാത്രമാണ് പ്രതികളെ പിടികൂടാൻ തനിക്ക് കഴിഞ്ഞതെന്നുമുള്ള സർക്കിൾ ഇൻസ്പെക്ടറുടെ സാക്ഷ്യവും വാർത്തയിലുണ്ടായിരുന്നു. 1-ാം പ്രതി ഒരു മുരുകനാണ്. 2-ാം പ്രതി ഫാത്തിമയുടെ ഭർത്താവ് അർഷാദ്. അസാധാരണവും അതിബുദ്ധിപൂർവവുമായൊരു നീക്കമാണ് ഫാത്തിമയെ കൊലപ്പെടുത്താൻ അർഷാദ് നടത്തിയത്. അർഷാദിൻ്റെ കടയിലെ സഹായിയായിരുന്നു മുരുകൻ. കടയിലേക്കുള്ള സാധനങ്ങൾ വാങ്ങാൻ മിക്കപ്പോഴും അയാൾ യാത്രയിലായിരിക്കും. അർഷാദ് ഇല്ലാത്തപ്പോഴേ കടയിലിരിക്കേണ്ടതുള്ളൂ. അത് വളരെ അപൂർവമായിരുന്നു താനും. മുരുകൻ കടയിലെത്താതിരുന്നാലും അവനെക്കുറിച്ച് ആർക്കും സംശയം തോന്നേണ്ട കാര്യമില്ല. കൊലപാതകം നടന്നതിന് 2 ദിവസം മുൻപ് തന്നെ മുരുകൻ കോയമ്പത്തൂർക്ക് പോയിരിക്കുകയാണെന്ന് അർഷാദ് അയലത്തൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പോഴുള്ള സ്റ്റേഷനറി കടയോട് ചേർന്ന് ഒരു ലേഡീസ് സ്റ്റോർ കൂടി തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് അർഷാദ് എന്ന് എല്ലാവർക്കും അറിയാം. കഠിനാധ്വാനിയായ അർഷാദിൻ്റെ വളർച്ചയിൽ ആർക്കും അസൂയ തോന്നിയിരുന്നില്ല. കഷ്ടപ്പാട് അനുഭവിച്ചു വളർന്ന അയാൾ അത് അർഹിക്കുന്നുണ്ടായിരുന്നു. തനിക്ക് ഭാഗ്യമെല്ലാം വന്നത് ഫാത്തിമ ഒപ്പം വന്നതിനു ശേഷമാണെന്ന് തുറന്നു പറയാറുണ്ടായിരുന്നു അർഷാദ്. ഫാത്തിമയെ വളരെയേറെ ഇഷ്ടമായിരുന്നു അയാൾക്കെന്ന് സർവർക്കും അറിയാം. പക്ഷേ അർഷാദിൻ്റെ ഉള്ളിൽ എന്തായിരുന്നുവെന്ന് ആരും അറിഞ്ഞില്ല. ആ ഉള്ളിലിരിപ്പാണ് അയാളെക്കൊണ്ട് ഇത്തരമൊരു നീചകൃത്യം ചെയ്യിപ്പിച്ചത്. വളരെ നാളത്തെ കരുതലോടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷമായിരുന്നു അത്. 5 മാസം ഗർഭിണിയായിരുന്നു മരണപ്പെടുമ്പോൾ ഫാത്തിമ. ഒരു കുട്ടി കൂടി ഉണ്ടായാൽ തൻ്റെ പദ്ധതി ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അയാൾ വിശ്വസിച്ചിരിക്കണം. അതിന് ഏറ്റവും ഹീനമായ മാർഗമാണ് അയാൾ കണ്ടെത്തിയത്. ഉറ്റ സഹായിയായ മുരുകനെ അതിന് അർഷാദ് നിയോഗിച്ചു. ആ കൃത്യം നടത്തിയാൽ തുടർന്ന് അർഷാദിൽ തനിക്കുണ്ടാകുന്ന സ്വാധീനമോർത്ത് മുരുകൻ വിസമ്മതമൊന്നും പ്രകടിപ്പിച്ചതേയില്ല. പ്രതിഫലമായി മുൻപേ ഒരു തുക അർഷാദ് നൽകുക കൂടി ചെയ്തപ്പോൾ പിന്നെ മുരുകന് തിരിഞ്ഞു നോക്കേണ്ടിയിരുന്നില്ല. കൃത്യം നടത്തേണ്ട രീതി അർഷാദ് വിവരിച്ചപ്പോഴാണ് മുരുകന് കൂടുതൽ താല്പര്യമുണ്ടായത്. ഇന്നോളം ആരും ചെയ്യരുതാത്ത ഒരു മാർഗം. ഫാത്തിമയെ ആരോ ബലാത്കാരം ചെയ്ത് കൊലപ്പെടുത്തിയതാണെന്ന് തോന്നണമത്രേ. അതിന് മുരുകൻ അവളെ ബലാത്കാരം ചെയ്യണം. അർഷാദ് തന്നെയാണ് അതിനുള്ള ദിവസം നിശ്ചയിച്ചത്. കോയമ്പത്തൂർക്ക് സാധനങ്ങൾ എടുക്കാനെന്ന മട്ടിൽ 2 ദിവസം മുൻപ് മുരുകൻ സ്ഥലത്തുനിന്ന് മാറുന്നു. ആരും അറിയാതെ ഏതെങ്കിലും ഒരു നേരത്ത് അർഷാദിൻ്റെ വീട്ടുപരിസരത്ത് ഒളിവിലിരിക്കുന്നു. അർഷാദ് ആ നേരമൊക്കെ കടയിലായിരിക്കും. കൃത്യം നടക്കുന്ന നേരത്ത് ഗർഭിണിയായ ഭാര്യയ്ക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബേക്കറി സാധനങ്ങളോ ആപ്പിളോ അടുത്ത കടകളിൽ നിന്ന് വാങ്ങും. രാത്രി 7:30-ക്കും 8-നും ഇടയിലെ പവർക്കട്ടിൻ്റെ നേരത്ത് മുരുകൻ അർഷാദിൻ്റെ വീട്ടിൽ കയറിപ്പറ്റും. പിന്നെ യുക്തി പോലെ അവന് ചെയ്യാം. മുരുകൻ സുഹൃത്തിനെ അക്ഷരം പ്രതി അനുസരിച്ചു. മറ്റൊരാളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഒളിഞ്ഞിരിക്കാൻ പറ്റിയ ഇടമായിരുന്നു അർഷാദിൻ്റെ വാടക വീട്ടിനരികിൽ.
ആ ദിവസം എപ്പോഴോ മുരുകൻ അവിടെ കയറിപ്പറ്റി. അവിടെ ഇരുന്നാൽ ഫാത്തിമ വീടിനുള്ളിൽ പെരുമാറുന്നത് പോലും വ്യക്തമായി കാണാം. ആർക്കും ഇഷ്ടം തോന്നുന്ന സൗന്ദര്യവും പെരുമാറ്റവുമുള്ള ഫാത്തിമ ഭർത്താവിനുള്ള അത്താഴമൊരുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. അടുക്കളയിൽ അവൾ തിരക്കിട്ട് ജോലി ചെയ്യുന്നത് മുരുകൻ നോക്കിയിരിക്കുകയായിരുന്നു. രാത്രി 7 മണി കഴിഞ്ഞു. അടുക്കളപ്പണികൾ ഒതുക്കി ഫാത്തിമ കുളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. വീടിനോട് ചേർന്നുള്ള കുളിമുറിയിലേക്ക് അവൾ കയറുന്നത് കണ്ടിട്ടാണ് മുരുകൻ ഒളിച്ചിരുന്നിടത്തു നിന്നും പുറത്തേക്കിറങ്ങിയത്. നല്ല ഇരുട്ടുണ്ട്. അയൽവീടുകളുടെ മുറ്റത്തെങ്ങും ആരുമില്ല. കുടുംബാംഗങ്ങളെല്ലാം ടിവിക്ക് മുന്നിലാകാനാണ് സാധ്യത. അതും മുരുകന് അനുകൂലമായി. അവൻ മെല്ലെ ആ വീടിന് പിന്നിലെത്തി. പിന്നെ യാതൊരു ശബ്ദവും കേൾപ്പിക്കാതെ വീടിനുള്ളിൽ കയറി. ആ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നതിനാൽ അവിടുത്തെ ഓരോ ഇഞ്ച് സ്ഥലവും മുരുകന് നല്ല പരിചയമായിരുന്നു. അകത്തെ കിടപ്പുമുറിയിൽ അലമാരയ്ക്ക് പിന്നിൽ അവൻ മറഞ്ഞു നിന്നു. യാതൊരു ചാഞ്ചല്യവും ഉണ്ടായില്ല അവന്. വരാൻ പോകുന്ന നിമിഷങ്ങൾ നൽകാൻ പോകുന്ന ആസ്വാദ്യതയെപ്പറ്റി മാത്രമായിരുന്നു അവൻ്റെ ചിന്ത. അരമണിക്കൂർ വേണ്ടി വന്നില്ല ആ കാത്തുനിൽപ്പിന്. ഫാത്തിമ കുളി കഴിഞ്ഞെത്തി. വാതിലും ജാലകങ്ങളുമൊക്കെ അടച്ച് മെഴുകുതിരിയുമായിട്ടാണ് ഫാത്തിമ മുറിയിലേക്ക് കയറി വന്നത്. സമയം 7:30 ആ മുറിയിൽ അപകടം പതിയിരിക്കുന്നുവെന്ന് അവൾക്ക് തോന്നേണ്ട കാര്യമുണ്ടായിരുന്നില്ലല്ലോ. ആ സുരക്ഷിതത്വ ബോധത്തോടെ തന്നെയാണ് ഫാത്തിമ വസ്ത്രങ്ങൾ മാറാൻ തുടങ്ങിയത്. രഹസ്യമായാണെങ്കിലും കാണാൻ ആഗ്രഹിച്ചിരുന്ന സുന്ദരിയുടെ ആ നഗ്നത കൺമുന്നിൽ കണ്ടു നിൽക്കാൻ മുരുകന് ത്രാണിയുണ്ടായിരുന്നില്ല. അയാളുടെ സിരകളിൽ രക്തം ചൂട് പിടിച്ചു. അലമാരയുടെ പിന്നിൽ ഒളിഞ്ഞുനിന്ന മുരുകൻ മുന്നോട്ട് നീങ്ങി. അടുത്ത ക്ഷണം അയാളുടെ ബലിഷ്ഠമായ കരവലയത്തിനുള്ളിൽ ഫാത്തിമ കുരുങ്ങി. കുതറിപ്പിടഞ്ഞ് അവളെ അമർത്തിപ്പിടിച്ചു. ഉറക്കെ നിലവിളിക്കാൻ ശ്രമിച്ച അവളുടെ വായ പൊത്തി. എന്താണുണ്ടാവുന്നതെന്ന് തിരിച്ചറിയും മുൻപേ അവൾ നിലത്തുനിന്ന് ഉയർത്തപ്പെട്ടു. അടുത്ത നിമിഷം അവളെ കട്ടിലേക്ക് കിടത്തി. ഫാത്തിമയുടെ അവസാന ശ്വാസവും നിലയ്ക്കാൻ പിന്നെ ഏറെ നേരം വേണ്ടി വന്നില്ല. ബാക്കിയെല്ലാം മുരുകന് എളുപ്പമായിരുന്നു. കനത്ത ഇരുട്ടിലാണ്ട് കിടന്ന ആ വീടിൻ്റെ മുറ്റത്തേക്ക് അവളുടെ ജഡം വലിച്ചുകൊണ്ടുവന്നിടാൻ ആരുടെയും സഹായം ആവശ്യമുണ്ടായിരുന്നില്ല. അതുവരെയെല്ലാം ഭംഗിയായി കലാശിച്ചു. തുടർന്നുള്ള കാര്യങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കണം. അർഷാദുമായി പറഞ്ഞുറപ്പിച്ചിരുന്നതുപോലെ മുരുകൻ വീണ്ടും ആദ്യം ഒളിച്ചിരുന്ന ഭാഗത്തു തന്നെ ചെന്നിരുന്നു. ആ സമയത്ത് വഴിയിലിറങ്ങി എവിടേക്ക് പോയാലും ആരെങ്കിലും കാണുമെന്ന് ഉറപ്പായിരുന്നു. മുരുകനെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ആരുമൊന്നും അറിഞ്ഞിട്ടില്ല. ഇനി ബാക്കി കൂടി അങ്ങനെയായാൽ തങ്ങളെ ഒരാൾക്കും പിടികൂടാനാവില്ല. പോലീസിന് കുറ്റം തെളിയിക്കാനാവില്ല. പതിവ് സമയത്ത് അർഷാദ് വീട്ടിലെത്തുകയും ഭാര്യയുടെ ദാരുണ ദുരന്തം കാണുകയും ചെയ്തു കഴിഞ്ഞേ തനിക്ക് പ്രത്യക്ഷപ്പെടാൻ അനുവാദമുള്ളൂ. അങ്ങനെ തന്നെയാണ് മുരുകൻ ചെയ്തതും. ആ വീട്ടിൽ നിന്ന് അലമുറ ഉയർന്നു തുടങ്ങുകയും ആൾക്കാർ ഓടിക്കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്ത നേരത്ത് യാത്ര കഴിഞ്ഞ് അപ്പോൾ വന്ന പോലെ മുരുകനും ആൾക്കാരിൽ ഒരുവനായി എത്തി. സുഹൃത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ രാമരാജൻ ആ കഥ പറയുന്നത് ഗോവിന്ദ മേനോൻ പോലും നടുക്കത്തോടെയാണ് കേട്ടിരുന്നത്. ഞാൻ നന്ദി പറയാൻ വന്നതാണ് സർ. സാറിൻ്റെ കൊച്ചുമകളെ ഒന്ന് വിളിക്കൂ. അന്ന് അവൾ പറഞ്ഞത് വള്ളിപുള്ളി തെറ്റാതെയാണ് നടന്നത്. അവൾ അങ്ങനെ പറഞ്ഞിരുന്നില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഈ കേസ് തെളിയിക്കാനാവില്ലായിരുന്നു. രാമരാജൻ്റെ വാക്കുകളിൽ കൃതജ്ഞത നിറഞ്ഞു തുളുമ്പി. ഗോവിന്ദ മേനോൻ മെല്ലെയൊന്ന് ചിരിച്ചു. അർഷാദിനെക്കുറിച്ച് ഞങ്ങൾക്കൊരിക്കലും നേരിയൊരു സംശയം പോലും ഉണ്ടായിരുന്നില്ല. അയാളുടെ ദുഃഖം കാണുമ്പോൾ സഹതാപമായിരുന്നു. തകർന്ന ആ മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ പോലും ഞങ്ങൾ വിഷമിച്ചു. പക്ഷേ വെറുതെ ഒരു പരീക്ഷണത്തിനാണ് ഞാൻ മുതിർന്നത്. രാമരാജൻ പറഞ്ഞു തുടങ്ങി. തികച്ചും യാദൃശ്ചികമെന്നോണം ഇവിടെ വന്നുപോയ രാത്രിയിൽ ഞാൻ ആ വീട്ടിലേക്ക് ചെന്നു. തനിയെയാണ് പോയത്. ജീപ്പ് വളരെ അകലെ ഇട്ടിട്ട് നടന്നാണ് ചെന്നത്. രാത്രി 10:30 കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ. ഫാത്തിമയുടെ മരണം കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും അർഷാദ് കട തുറന്നിരുന്നില്ല. അയാൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്നൊരു തോന്നൽ. എൻ്റെ തോന്നൽ ശരിയായിരുന്നു. വീടടഞ്ഞാണ് കിടന്നിരുന്നത്. പുറത്തെങ്ങും ലൈറ്റുകൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ
അകത്തെ മുറിയിൽ ലൈറ്റ് തെളിഞ്ഞിട്ടുള്ളത് വെന്റിലേഷനിലൂടെ കാണാമായിരുന്നു. നേരെ കയറി ചെന്ന് മുട്ടി വിളിക്കാനൊരുങ്ങിയ ഞാൻ പെട്ടെന്നത് വേണ്ടെന്ന് വെച്ചു. അകത്തുനിന്ന് കേട്ട ഉറക്കെ ചിരിയാണതിനു കാരണം. ഒന്നിലേറെ പേർ അകത്തുണ്ടെന്ന് തീർച്ചയായി. ഒരു നിമിഷം നിന്ന് ശ്രദ്ധിച്ചു. അപ്പോൾ സോഡ പൊട്ടുന്ന ശബ്ദം കേട്ടു. അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ ധാരണ പൊടുന്നനെ തെറ്റി. ഒരു നിമിഷം നിർത്തിയിട്ട് രാമരാജൻ തുടർന്നു. ഭാര്യ മരിച്ച ദുഃഖവുമായി കഴിയുന്ന ഒരുവൻ മദ്യപിച്ചാൽ അത് മനസ്സിലാക്കാം. അതൊരു കമ്പനി കൂടലായി ആഘോഷിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഉൾക്കൊള്ളാനാവില്ല. ആരും കാണുകയില്ലെന്ന് ഉറപ്പായിരുന്നുവെങ്കിലും പെട്ടെന്ന് മുൻവശത്തു നിന്ന് മാറാനും വീടിന് പിന്നിൽ ആ മുറിയുടെ ജാലകത്തിന് പിന്നിൽ ചെന്ന് നിൽക്കാനും ഒരു ഉൾപ്രേരണ. അങ്ങനെ തന്നെ ചെയ്തു. അകത്തുനിന്ന് കേട്ട ശബ്ദം അവ്യക്തമായിരുന്നുവെങ്കിലും എൻ്റെ സംശയം തീർത്തും മാറ്റുന്നതായിരുന്നു. അർഷാദ് എന്ന മനുഷ്യൻ പുറത്തു കാണിക്കുന്ന ദുഃഖമൊന്നും യഥാർത്ഥത്തിൽ അയാൾക്കില്ലെന്ന് തീർച്ചയായി. രണ്ടും കൽപ്പിച്ചു തന്നെ ഞാൻ മുൻവശത്തെത്തി വാതിൽ മുട്ടി. വൈകാതെ വാതിൽ തുറക്കുകയും ചെയ്തു. മുരുകനാണ് വാതിൽ തുറന്നത്. അപ്രതീക്ഷിതമായി എന്നെ കണ്ടപ്പോൾ അവനൊന്ന് ഞെട്ടിയെന്ന് തീർച്ച. അവനെ തള്ളിക്കയറ്റിക്കൊണ്ട് മുറിയിലേക്ക് കയറിയ ഞാൻ വാതിലടച്ച് കുറ്റിയിട്ട് കരുതലോടെ നിന്നു. മദ്യക്കുപ്പികളും ഗ്ലാസുകളും ഒളിപ്പിക്കാൻ തത്രപ്പെടുകയായിരുന്നു അർഷാദ്. ഭയന്ന് വിളറി ചാടിപ്പിടഞ്ഞെണീറ്റു. പിന്നെ എനിക്കെല്ലാം എളുപ്പമായിരുന്നു. അവിടെ വെച്ച് തന്നെ അവർ കുറ്റസമ്മതം നടത്തിയെന്നു പറഞ്ഞാൽ മതിയല്ലോ സർ. പറഞ്ഞു നിർത്തി രാമരാജൻ ഒന്ന് ചിരിച്ചു. ഞാൻ ഇപ്പോൾ വന്നതിന് ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. മീനാക്ഷിയുടെ പ്രവചനമാണ് അവരെ കാട്ടിക്കൊടുത്തതെന്ന് അർഷാദും മുരുകനും അറിഞ്ഞിട്ടുണ്ട്. റിമാൻഡ് ചെയ്ത് കോടതിയിലേക്ക് കൊണ്ടുപോകും മുൻപ് അർഷാദ് പറഞ്ഞിട്ടുണ്ടത്രേ മീനാക്ഷിയെ ജീവനോടെ വച്ചേക്കില്ലെന്ന്. സ്വന്തം ഭാര്യയെ കൊന്ന തനിക്ക് ഇനി ഒന്നുകൂടി ചെയ്യാൻ മടിയില്ലത്രേ. ഒന്ന് കരുതിക്കൊള്ളണമെന്ന് പറയാൻ കൂടിയാണ് ഞാൻ വന്നത്. ഇല്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നാലും ഗോവിന്ദമേനോന്റെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു.